അമൽ സുരേന്ദ്രനും ഉണ്ട് ശക്തൻ മാർക്കറ്റിൽ. അപ്പോൾ അമൽ സുരേന്ദ്രൻ ചേരുന്ന അമൽ, ഉത്രാട ദിനാശംസകൾ തന്നെ. എന്താണ് ശക്തന്റെ തട്ടകത്തിൽ ശക്തന്റെ മാർക്കറ്റിലെ കാഴ്ച? ഹാഷ്മി, ഏതായാലും ഉത്രാടപ്പാച്ചിൽ തൃശൂർ നഗരത്തിലും ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂർ നഗരത്തിൽ നമുക്കറിയാം ശക്തൻ മാർക്കറ്റ്, പ്രത്യേകിച്ചും കായ്കറികളൊക്കെ മേടിക്കാൻ വേണ്ടി തൃശൂർക്കാർ ആശ്രയിക്കുന്ന മാർക്കറ്റാണ്. ഈ ശക്തൻ മാർക്കറ്റിലും തിരക്കിന് ഒട്ടും കുറവില്ല. ഏതായാലും രാവിലെ മഴയുടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു അന്തരീക്ഷത്തിൽ. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴയുടെ ഒരു ഭീഷണിയൊന്നും ഇപ്പോഴില്ല. ഈ കച്ചവടക്കാർക്ക് അടക്കം ഇപ്പോൾ മഴയുണ്ടാകുമെന്നൊക്കെയുള്ള ഭയം ഉണ്ടായിരുന്നു. അതിനെല്ലാം അസ്ഥാനത്തായിക്കൊണ്ട് ഇപ്പോൾ മഴയൊന്നുമില്ല. ഏതായാലും കച്ചവടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഓണമൊക്കെ എവിടം വരെയായി? ഉത്രാടപ്പാച്ചിലിന്റെ ഒരു തിരക്കിലാണോ? ഓണമില്ല ഞങ്ങൾക്ക്. ഓണമില്ല, പക്ഷെ എന്നാലും ഒരു ചെറിയ കറിയൊക്കെ വെക്കാൻ അല്ലേ? അത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു തീയലും സാമ്പാറും ഒക്കെ അല്ലേ? സാമ്പാർ അതൊക്കെ അത്രയൊക്കെ. എങ്ങനെ ഈ പച്ചക്കറിയുടെ വിലയൊക്കെ എങ്ങനെയുണ്ട്? ചെറിയ വില മറ്റേ ചോന്ന പേര് ഭയങ്കര ഹൈ ആ റേറ്റ്. 2-3 ദിവസം മുമ്പൊക്കെ ഒരു 40-50 കിലോ കിട്ടിയിരുന്നു. ഇപ്പൊ ഒരു 120 പറയണവര്. ഹലോ, എങ്ങനെയായി ഉത്രാടത്തിന്റെ ഒരു തിരക്കിലാണോ? എങ്ങനെയുണ്ട് ചേച്ചി? ഉത്രാടപ്പാച്ചിലിന്റെ ഒരു രീതിയിലാണോ പോകുന്നത്? നല്ല സൂപ്പറായിട്ട് ചെന്നിട്ട് എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ വിലയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഒക്കെയാണ്. കാരണം ഇവിടേക്ക് തന്നെ വരാൻ പറ്റുള്ളൂ. നമ്മുടെ ചെറുകിടനൊക്കെ നല്ലതാ. ഇവിടെ നല്ലത് ശക്തന്റെ മാർക്കറ്റ് തന്നെയാണോ വരാറ്? ശക്തന്റെ മാർക്കറ്റിൽ തന്നെയാണ്. ഇവിടെ വന്ന പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ജാതി മത വ്യത്യാസമില്ലാതെ ഓണത്തെ വരവേൽക്കുന്ന ഒരു ജില്ലയാണ്. കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ. ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. പക്ഷേ ഈ ഒരു മാർക്കറ്റിനൊരു പ്രത്യേകതയുണ്ട്. പണ്ട് പോപ്പ് കേരളത്തിലെ സന്ദർശനം നടത്തുന്ന ഒരു സമയത്ത് അതിനു മുമ്പ് പാടമായി കിടന്നിരുന്ന ഒരു സ്ഥലം പിന്നീട് ഇതുപോലൊരു മാർക്കറ്റായിട്ട് ഉയർന്നു വരികയായിരുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ പച്ചക്കറിയുടെ വിലയൊക്കെ? എങ്ങനെയുണ്ട്? വിലയൊക്കെ കുറവാ. താങ്ങാവുന്ന വിലയേ ഉള്ളൂ അല്ലേ? താങ്ങാവുന്ന വില. ഈ കച്ചവടം എങ്ങനെ പോകുന്നു? ഉത്രാടപ്പാച്ചിലിന്റെ എല്ലാ ഇപ്പോഴും ഇന്നലെ നാളില് രാവിലെ ഒരു മഴയുടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നല്ലേ? കാരണം ആരും ഒന്നും തരില്ല. ഇപ്പൊ ആൾക്കാരായി മഴ പോയപ്പോ. പച്ചക്കറിയുടെ വരവൊക്കെ എങ്ങനെയുണ്ട്? വരവുണ്ട്. ഏതായാലും തൃശ്ശൂരുകാര് ഈ ഓണത്തെ നാളത്തേക്കുള്ള സദ്യവട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് തൂശനത്തിലെ തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ശക്തൻ മാർക്കറ്റിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം ചെറിയൊരു അമാന്തമൊക്കെ ഉണ്ടായിരുന്നു. മഴയും കാലാവസ്ഥയുടെ കാര്യമെല്ലാം മുൻപേ സൂചിപ്പിച്ചതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് മാർക്കറ്റിലെ കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല. ഇന്നൊരു തിരക്കുണ്ട്. ഇന്നത്തെ തിരക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഓണത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ് ഈ കായ വറുത്തതും പഴവുമെല്ലാം. ഇപ്പൊ അതിന്റെ ഒരു കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് പഴത്തിന്റെ കച്ചവടം? സൂപ്പർ കച്ചവടം. ഓണം പ്രമാണിച്ച് നല്ല വെയില്, നല്ല കച്ചവടം, അടിപൊളി കച്ചവടം. രാവിലെ പോയി. അതെ, ഇതിപ്പോ ഉച്ച കഴിഞ്ഞപ്പോ നല്ല സൂപ്പർ കച്ചവടം. നാളെ തിരുവോണം ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി. ഓക്കെ. അപ്പോൾ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി തൃശ്ശൂരിന്റെ മൊത്തം കമ്പോളവും ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ടും മറ്റും പലരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഈ കച്ചവടം ഒന്ന് തകൃതിയായിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട്? ഓണമൊക്കെ എവിടം വരെയായി? ഉത്രാടപ്പാച്ചിലല്ലേ ഞങ്ങള്? ഉത്രാടപ്പാച്ചിൽ ശരിക്കും എത്ര ദിവസം ഉണ്ടെങ്കിലും ഉത്രാടത്തിന്റെ അന്ന് പറഞ്ഞാലേ തൃപ്തിയാവുള്ളൂ. സമാധാനമുള്ളൂ. ആ തിരക്കിന്റെ ഇവിടെ നടന്നത്. കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് കിട്ടാനില്ല. സാമ്പാർ കഷ്ണം നോക്കിട്ട് നടക്കണത്. അപ്പൊ രാവിലെ ചോദിക്കാനൊക്കെ മതിയല്ലോ. ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി മക്കൾക്ക് എടുത്തു. അപ്പൊ അതിനുള്ള മാർഗമേ ഉള്ളൂ. ഒക്കത്തിന് ഭയങ്കര വില. സാമ്പാർ കഷ്ണം കിട്ടിയായിരുന്നു ഇവിടെ 100 രൂപയ്ക്ക്. അപ്പൊ അതില്ല. വീട്ടിൽ പോകണമെങ്കിൽ നോക്കണം. ഈ പച്ചക്കറിയുടെ വിലയൊക്കെ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതാണോ ഇപ്പൊ? പറ്റില്ല എന്നെ അറിവ്. ഞങ്ങളെ ഡെയിലി ഓടിയിട്ട് 30 രൂപ 40 രൂപ 20 രൂപ മേടിച്ചു പോണ ആൾക്കാരല്ലേ. പ്രയാസം ഉണ്ടെങ്കിലും ഓണം ഗംഭീരമായിട്ടുണ്ടാവും. ഉണ്ണണം. അതിപ്പോ അടുത്ത കൊല്ലം നമ്മളില്ലെങ്കിലും പ്രായമായി. അയ്യോ, എന്റെ മുന്നോട്ടാണെന്ന് പറയല്ലേ. അടുത്ത കൊല്ലം ചേട്ടൻ ഒരു 10 രൂപ കൂടെ 10-30 ഓണം ആഘോഷിക്കും. അവനോട് പറഞ്ഞോട് ഒരു 30 കൊല്ലം ആഘോഷിക്കും പറഞ്ഞോട്. 30 40. ഒരുപാട് ആളുകൾ, അതായത് വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് മനുഷ്യരാണ് ഈ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർ തൊട്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് തൃശ്ശൂരിന്റെ വൈവിധ്യം എന്ന് പറയുന്നത്. സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യം മാത്രമല്ല, ജീവിത നിലവാരത്തിലുള്ളവരായാലും പല തരത്തിലുള്ളവരായാലും അവർ ആഘോഷങ്ങളെ സമീപിക്കുന്ന ഒരു രീതി ഇതാണ്. ഇപ്പോൾ നമ്മൾ അല്പം മുൻപ് കണ്ട ആ ചേട്ടൻ പറയുന്ന പോലെ ഒരേ രീതിയിൽ ഓണത്തോടല്ല മറ്റെല്ലാ ആഘോഷങ്ങളോടും ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ ആഘോഷങ്ങളെ, പ്രത്യേകിച്ചും ഓണം പോലുള്ള ആഘോഷങ്ങളെ തൃശ്ശൂർക്കാർ ഇരുകൈയും നീട്ടി വരവേൽക്കുകയാണ്. ഹാഷ്മി, അമലിനെ എപ്പോൾ കണ്ടാലും ഈ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അത് വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തിരിക്കുമ്പോഴും അമല ആറ്റിറ്റ്യൂഡ്, അത് സ്റ്റൈലാണോ? സ്റ്റൈൽ മന്നൻ. ഹാഷ്മി, ഞാനിതെന്റെ ഒരു ട്രേഡ് മാർക്ക് ആക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ വെയിലൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിനൊരു സംരക്ഷണം
മറ്റൊന്ന്, നമ്മൾ ഈ വാർത്തകൾക്ക് പിന്നാലെ പായുന്നവരാണല്ലോ. അപ്പൊ ഈ വാർത്തകൾക്ക് പിന്നാലെ പോയുമ്പോൾ നമ്മൾ ആരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റിയാണ്. അപ്പൊ അതിനൊക്കെ നല്ലത് ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കുന്നതല്ലേ. ഭയങ്കര ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവൻ പറഞ്ഞു കേട്ടോ, അവൻ എന്തൊക്കെ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെയില്, മൂന്നാമത്തെ കാര്യം വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരെ ശ്രദ്ധിക്കുന്നതെന്ന് കാണരുത് എന്നുകൊണ്ട് അങ്ങനെ അപ്പൊ കണ്ണങ്ങോട്ട് പോകുന്ന അറിയത്തില്ലോ. ഓടാ ഭീകര, ഇത്രയും വിചാരിച്ചില്ലേ. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയാണ് തൃശ്ശൂരിലെ ഓണാഘോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.